ഹായ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ എക്സ്പെർട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഉഴുന്നു പരിപ്പ് പായസത്തെ കുറിച്ചാണ്. എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ഉഴുന്നു പരിപ്പ് പായസം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഴുന്ന് പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ: 200 ഗ്രാം തോലോട് കൂടിയ ഉഴുന്ന്, 350-400 ഗ്രാം വരുന്ന ശർക്കര, ഒരു ബൗളിൽ തിരികിയ തേങ്ങ, അല്പം ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു സ്പൂൺ ഏലക്ക പൗഡർ, ഇത് ഫ്രൈ ചെയ്യുന്നതിന് അല്പം ഗീ. ഇത്രയുമാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം. ഇനി ഇതിന് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വെള്ളത്തിലിട്ട് നേരത്തെ കോർത്തതല്ല, ഇത് നമ്മൾ ഇൻസ്റ്റന്റ് അപ്പം തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഇട്ട് നല്ല ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൽ ഇതിൽ ഞാൻ 200 ഈ ഗ്ലാസിൻ്റെ 200 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ടാണ് കുക്കറിൽ ഞാനത് വേവിക്കുന്നത്. ഇതിൽ 2-3 വിസിലാകുമ്പോഴത്തേക്ക് നമുക്കത് വെന്ത് ചെയ്യാവുന്നതാണ്. ചെയ്ത ശേഷം അതിനെ തണുത്ത ശേഷം അതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കുക്കറിലിട്ട് 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ കുക്കറിൽ ഉഴുന്ന് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 10-15 മിനിറ്റ് ഇതിന് ആവശ്യമുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. വെള്ളമെല്ലാം തന്നെ വെറ്റിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര നന്നായിട്ട് അലിച്ചിട്ടുണ്ട്. നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. ഉഴുന്ന് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നമുക്കിതിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി നല്ല കട്ടിയില്ലാത്ത പരുവത്തിൽ ആക്കണം. മധുരം ഓരോരുത്തർക്ക് ഏത് കണക്കിലാണോ ആവശ്യം അത് കണക്കിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ മധുരം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇച്ചിരി മധുരം കൂടിയാലും വലിയ കുഴപ്പമില്ല. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഇതിന് ഈ ചെറിയ ചെറിയ തുരുകളായ തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇതിലിട്ട് ഇതിനൊരു നല്ല ടേസ്റ്റാണ്. ഇത് ഒരുമിച്ച് അതായത് മിക്സ് ആയിട്ട് അനുസരിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും പരിപ്പും എല്ലാം കൂടെ ഒന്ന് ചോർന്ന് പിടിക്കുന്നതിന് നമുക്കൊരു 5 മിനിറ്റ്
ചെറു തീയിൽ വയ്ക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ പായസം റെഡിയാണ്. പിന്നെ ഞാനിവിടെ പൊടിച്ചാണ് ഏലക്കായ് ചേർക്കുന്നത്. ചിലവർക്കാണെങ്കിൽ കുരുവും മൊത്തത്തിൽ ഇടുമ്പോഴത്തേക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് പൊടിച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉഴുന്ന് പരിപ്പ് പായസം നമുക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. സെർവിംഗ് ബൗളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. സ്വാദിഷ്ടമായ ഉഴുന്ന് പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമർത്ഥവും നിറഞ്ഞ ഒരു അഡ്വാൻസിനോട് എല്ലാവർക്കും ആശംസിക്കുന്നു. സ്വാദിഷ്ടവുമായ പുതിയ വിഭവങ്ങൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.